2018 ദോസ്ത് 12 മാസം വണ്ടി പ്ലസ് ആണ്, പ്ലസ് 5 വോൾട്ട് പ്ലസ് ആണ്. ഇത് 2010 XML ആണ്, XML സാമ്രാട്ടാണ്, ടാങ്കറാണ്, 8000 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇത് 2021 എൻട്ര V30 AC ആണ്. കിലോമീറ്റർ 31,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി സർവീസാണ്. എല്ലാം പുതിയ ടയറാണ്. ഇത് 2016 വണ്ടി LXI ആണ്, സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വാണ്ട കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് KM യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത്. ഒരു 1:25 ടാറ്റ വിസ്ത തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസാണ് ഇവിടെ തോനെയുള്ളത്. അത് നമ്മൾ ഒരു വട്ടം ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഒരു 3-4 കാറുകളും ബാക്കി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസുമായിട്ട് കിടക്കുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ തന്നെ വലിയ വണ്ടികളുമുണ്ട്, ഇടത്തരം വണ്ടികളുണ്ട്. അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് വണ്ടികൾ, കാറുകൾ എടുക്കുകയും ചെയ്യാം. ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ചേട്ടന്മാർക്കൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ബിസിനസ് തുടങ്ങാൻ വേണ്ടുന്ന ചെറുതും വലുതുമായ ലോറി അടക്കമുള്ള വലിയ വലിയ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും നോക്കുന്ന പ്രേക്ഷകർക്ക് ഉതകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുകയും വേണം. അപ്പോൾ കറക്റ്റ് ഇതെങ്ങനെ വരേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് എൻ്റെ ഒരു രീതിക്ക് പറയാം, ഞാൻ കൊല്ലത്തുനിന്ന് വന്നതാണ് അവിടെ പറഞ്ഞത്. കൊല്ലത്തുനിന്ന് വരുമ്പം നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 2-3 കിലോമീറ്ററിനകത്തായിട്ടാണ് ഈ വാണ്ട എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. വാണ്ട സ്ഥലത്തോട്ട് വരുമ്പോൾ വലത്തെ സൈഡിലായിട്ട് കാണുന്ന ഷോപ്പാണ് KM യൂസ്ഡ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നും, പിന്നെ പുതുവർഷവും ന്യൂ ഇയറും പ്രമാണിച്ച് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ചെറിയ വണ്ടികൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കാറല്ല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉതകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ ഇങ്ങോട്ടിരുന്നു വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ ഈ ഷോപ്പിൻ്റെ ഓണറാണ് മധുസൂദനൻ നായർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളെ ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണ് എന്നുള്ളതൊന്ന് വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂര് വാണ്ട എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇപ്പം ഈ എന്താ ഞാൻ പറഞ്ഞു കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഈ നെടുമങ്ങാട് വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് വരണമെന്നൊക്കെ പറഞ്ഞു ISR റോഡ് ആ റോഡ് വേണം പിടിച്ചു വരാൻ, ഇടത്തോട്ടൊന്നല്ല, ആ റോഡ് പിടിച്ചു വേണം വരാൻ. അപ്പോൾ ഇപ്പം ഈ 1.25 ലക്ഷം രൂപയുടെ വണ്ടികളെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് എങ്ങനെയാണ്? ഈ ഏതൊക്കെ റേഞ്ചിനൊക്കെ ഉള്ളൊരു വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്? കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞത് കാർ ഐറ്റം ഇൻഡിക്ക വിസ്ത കോട്ടജെറ്റ് 2011-12 രജിസ്ട്രേഡ് വണ്ടി ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിലോ? കൂടുതൽ വണ്ടി നിൽക്കുന്നത് ടാറ്റയിലെ ടിപ്പർ ഇപ്പോൾ ഉണ്ട്. ടാറ്റ 16-18 2018-19 രജിസ്ട്രേഷൻ ടാറ്റ 16-18 ടിപ്പർ കയ്യിൽ നിൽപ്പുണ്ട്. അതാണ് ഏറ്റവും വലുതായിട്ട് ഇപ്പം നിൽക്കുന്നത്, സെക്കൻഡ് ഓണർ. അത് കഴിഞ്ഞ് മസ്ത ടിപ്പർ 2016 വണ്ടി കയ്യിൽ നിൽപ്പുണ്ട്. വലിയ വണ്ടികൾ 2014 മസ്ത ടിപ്പർ കയ്യിൽ നിൽപ്പുണ്ട്. നിസാൻ ടിപ്പർ 2011-12 രജിസ്ട്രേഷൻ വണ്ടി ഇപ്പോൾ ഉണ്ട്. ഐഷർ ടിപ്പർ 2011 വണ്ടി ഇപ്പോൾ ഉണ്ട്. ടിപ്പറിന്റെ കളിയായിരിക്കും കേട്ടോ ബാബു. ചെറുതുണ്ട് കേട്ടോ, ടിപ്പർ മാത്രമല്ല, ടിപ്പർ വലുത് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചെറിയ വണ്ടികൾ. ടാങ്കർ ഇപ്പോൾ ഉണ്ട്. 8000 ലിറ്ററിന്റെ മസ്ത ടാങ്കർ 2010 വണ്ടി. അപ്പം സെക്കൻഡ് ഓണർ വണ്ടി, നല്ല ക്ലീൻ വണ്ടിയാണ്. എയർ ബ്രേക്ക്, പവർ സ്റ്റിയറിംഗ് വണ്ടി കയ്യിൽ മൊത്തം വിളിച്ച് പറഞ്ഞില്ലേ, അത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യം നോക്കാം. അല്ലെങ്കിൽ പുള്ളി മൊത്തം ഡീറ്റെയിൽസ് ഈ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു കളയും, ഇൻട്രോ ലാഗാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം, വീഡിയോ തുടങ്ങാം. ഇത് 2013 ടാറ്റ സൂപ്പർ ഐസാണ്, ടാറ്റ ഐസാണ്. ഇത് 80,000 കിലോമീറ്റർ ഓടി, 4ാമത്തെ ഓണർഷിപ്പാണ്. പേപ്പർ ഭാഗങ്ങൾ പുതിയ ടെസ്റ്റ് ചെയ്തു കൊടുക്കും. ഇൻഷുർ നിലവിലുണ്ട്. ഇത് കട്ട ടയറാണോ? കട്ട ടയറാണ്. ഇത് 4 കട്ട ടയറാണ് വണ്ടി. നല്ല ആവറേജ് 80% വൃത്തിയുള്ള വണ്ടിയാണ്. പുതിയ CF എടുത്ത് കൊടുക്കും. എത്ര ചോദ്യം? 1,80,000 രൂപ. ലാസ്റ്റ് നമുക്ക് 1,70,000 രൂപയ്ക്ക് കൊടുക്കാം. 1,70,000 ഇതിപ്പോൾ ചോദിക്കുന്നത്. ഇത് മൈലേജ് ഒക്കെ എന്താണ്? മൈലേജ് 20 മൈലേജ് കിട്ടും. അതായത് ലോഡോട് കൂടിയാണോ 20 മൈലേജ്? എന്തോ ലോഡ് ഉള്ളപ്പോഴാണോ? ലോഡിൽ കിട്ടും 20 മൈലേജ് കിട്ടും. 20 കിട്ടും. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ചെറിയ വലിയ റീപ്ലേസ് ഇല്ല.
ചെറിയ വലിയ റീപ്ലേസ് ഇല്ലെന്നു. വലിയ ചെറിയ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സീരിയസ് ആയിട്ടുള്ള തട്ടുമുട്ടൊന്നും വന്നിട്ടില്ല. എല്ലാം ഒന്നും മേടിച്ചിട്ടില്ല. നല്ല ബോഡി വർക്കൊക്കെയാണ്. പെയിന്റ് ഒക്കെ ചെയ്ത് കിടക്കുക. പെയിന്റ് ചെയ്ത് കിടക്കുന്നു. CF-ന് പെയിന്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ടയർ മോശമുള്ള ടയർ മാറി കൊടുക്കൂ. മോശമുള്ള 1-2 ടയർ മേടിച്ചു കൊടുക്കുക. പുതിയ മേടിക്കില്ലത്, പഴയ ടയർ, സെക്കൻഡ് ടയറുകൾ കൊടുക്കും. അങ്ങനെ ഒരു ആവറേജ് ടയർ ഇട്ട് കൊടുക്കുക അല്ലേ? 170. 2018 ദോസ്ത് 12 മാസം വണ്ടി. പ്ലസ് ആണ്, പ്ലസ് 5 വോൾട്ട് പ്ലസ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെയാണോ? ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പുതിയ CF ആണ്. ഇൻഷുർ പുതിയ എടുത്തു കൊടുക്കും. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇൻഷുർ പുതിയ എടുത്തു കൊടുക്കും. അല്ലല്ല, റീപ്ലേസ് ഒന്നുമില്ല. ടയേഴ്സ് ആവറേജ്. 2 വർഷം ടെസ്റ്റുള്ള വണ്ടിയാ. ഇനിയും കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നേ? ഇത് ചോദിക്കുന്നത് 5,60,000. ലാസ്റ്റ് 5,50,000 കൊടുക്കും. 5,50,000 കൊടുക്കും. മൈലേജ് എന്താണ്? മൈലേജ് ഇത് 20 മൈലേജിനകത്ത് കിട്ടും. 18 കൂട്ടിക്കൊണ്ടാൽ മതി. ലോഡ് കയറ്റി 18 കിട്ടും. ലോഡ് കയറ്റി 18. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് രീതിയിലെല്ലാം വണ്ടി കൊള്ളാം, നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. ടോപ്പ് നോക്കിയാലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെ വണ്ടി നല്ല കണ്ടീഷനാണ്. ഇതിന് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം പുതിയ ടയറാണ്. 60% ടയറുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത് ഏത് വർഷമായിരുന്നു? 2018 ലാസ്റ്റ് 12 മാസം വണ്ടി. അത്രയും പുതിയ. അപ്പം തുരുമ്പ് എന്തായാലും ഇല്ല. 2017 ലാസ്റ്റ് വണ്ടിയാണ്. 18 മാസം വണ്ടിയാണ്. 2017 12 മാസം വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണറാണ്. 42,000 കിലോമീറ്ററാണ്. AC വണ്ടി പ്ലസ് 5 വോൾട്ട് പ്ലസ് ആണ്. 5 വോൾട്ട് പ്ലസ്. ഇത് പുതിയ റെക്കോർഡ്സ് ചെയ്ത് കൊടുക്കും. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസാണ്. ഫസ്റ്റ് ടയർ തന്നെ അടക്കണം. എല്ലാം ഫസ്റ്റ് ടയർ അടക്കുന്നത്. ഇത്രയും വലിയൊരു വണ്ടി വന്നിട്ട് 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാ, കമ്പനി സർവീസാ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല. നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. എത്ര ചോദ്യം? എത്രയാ ഇത് ചോദ്യം? 5,25. 5,25. ഈ വണ്ടിയൊക്കെ ഇറങ്ങിയപ്പോൾ എന്തോ കാണും? 5,25. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്തോ കാണും? ഈ വണ്ടി ഇറങ്ങുമ്പം 8 സംതിങ് വിലയുണ്ടത്. അത്രയുണ്ട്. ഇതിനൊരു 9 ലക്ഷം രൂപ പുറത്ത് വിലയുണ്ട് പുതിയ വണ്ടി ഇപ്പോഴും. ഏട്ടാ എന്തോ ഇതിനും ഒരു 20 മൈലേജ് കാണൂലേ? ഇതും കിട്ടും. 18 മൈലേജ് കിട്ടും. ഡീസൽ തന്നെയല്ലേ? വണ്ടിക്കകമൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ആ വക കാര്യങ്ങളെല്ലാം ഡീസൻ്റാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിക്കകവും കാണാനൊക്കെ കൊള്ളാം. പിന്നെ ഈ ഡോർ പാഡിൻ്റെ ഇവിടെ മാത്രം ചെറിയൊരു അപാകതകൾ കാര്യങ്ങളുണ്ട്. അല്ലാതെ വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ടയർ തന്നെയാണ്. എത്ര രൂപ നമുക്ക് ഈ വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഫുൾ ഫിനാൻസ് 5 ലക്ഷം ഫിനാൻസ് കറക്റ്റാ മേടിച്ചു കൊടുക്കാം. ഫുൾ ഫിനാൻസ് 25,000 രൂപ കയ്യിലുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഫുൾ ഫിനാൻസ്. 25,000 രൂപ കൈ ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ഫിനാൻസ് ആവുന്നേ? 25 രൂപ. ഇത് 2016 വണ്ടി. LXI ആണ്. സെക്കൻഡ് ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. എല്ലാം പുതിയ ടയറാ. പുതിയ ടയറാണോ? വണ്ടിക്കകമൊക്കെ കാണാം. ഏത് വർഷമെന്നാണ് പറഞ്ഞേ? 2016. ടൂഡോ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു LXI പവർ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നീറ്റാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. LXI ആണ് മോഡൽ. ബാക്ക് സൈഡ് ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഡോർ പാഡ് നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ടിരിപ്പുണ്ട്. ടയേഴ്സൊക്കെ പുത്തൻ ടയറാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 3,40,000 രൂപ. ഫുൾ ലോൺ മേടിച്ചു കൊടുക്കാം. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോണും കയറും. എല്ലാ ടയേഴ്സും മാറിയേക്കാം. നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒരു വീൽ കപ്പ് പോയിട്ടുണ്ട്.
അത് ഇട്ട് തരുമായിരിക്കും. 2022 വണ്ടി മാക്സി ട്രക്ക്, മാക്സി പ്ലസ് ആണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺ വണ്ടിയാണ്. പുതിയ പേപ്പറാണ്, എല്ലാം പുത്തൻ പേപ്പറാണ്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുതിയ പേപ്പർ. ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ വാങ്ങിക്കുന്നവരെ ഈ 32,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേ വിട്ട് കളയുമെന്ന്. ഓട്ടങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ആ രീതിയിൽ പോകുന്ന ഓട്ടങ്ങൾ എല്ലാവർക്കും വണ്ടി കൊടുക്കും. വണ്ടിയായി കാണാനൊക്കെ കൊള്ളാം. ഈ പറഞ്ഞ കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളത് 32,000 കിലോമീറ്റർ കമ്പനി സർവീസാണ്. ആ രീതിയിൽ വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. അത്യാവശ്യം 50% ടയറാണ്. ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വണ്ടിക്കകം ഓവറോൾ കാണാൻ കൊള്ളാം. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോർ പാഡാണെങ്കിലും നല്ല വൃത്തിയാണ് ഇരിക്കുന്നത്. ആ കാര്യം കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. ആ രീതിയിൽ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയേഴ്സൊക്കെ ഫസ്റ്റ് ഓടിയ ടയറാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നും റീപ്ലേസ് ഇല്ല. ടയർ ഈ മണ്ണിൽ കിടന്ന് ഉരയുന്നതിൻ്റെ നമുക്കത് ഇല്ലയെന്ന് തോന്നുന്നല്ലേ? നല്ലപോലെ ഈ ചെളിയിൽ 2 ടയർ ഹാഫേ ഉള്ളൂ, ബാക്കി 2 ടയർ ഫുള്ളാണ്. ഓക്കെ. നല്ല പെട്ടിയൊക്കെ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 6,75,000 രൂപ. ഇത് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വില? ഇത് ഇറങ്ങുമ്പം 880 വിലയുണ്ട്. 880 ഇതിൻ്റെ വില കമ്പനി വിലയാണ്. നമുക്ക് ലാസ്റ്റ് 6.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അത് ഫുൾ ലോണും മേടിച്ചു കൊടുക്കാം. ഇത് 2011-12 രജിസ്ട്രേഷൻ, ഇൻഡിക്ക വിസ്ത കോട്ര ജെറ്റ്. കിലോമീറ്റർ 130 ഓടിയിട്ടുണ്ട്. ടയർ എല്ലാം പുതിയ ടയറാണ്. ഒരു ടയർ കട്ടയുണ്ട്, ബാക്കി 3 ടയർ പുത്തൻ ടയറുണ്ട്. ഇതിന്റെ ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെയോ? ടൈമിംഗ് ചെയിൻ മാറിയതാണ്. 1 ലക്ഷം കിലോമീറ്ററിൽ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള എഞ്ചിനും മെക്കാനിക്കൽ ഭാഗങ്ങൾ എല്ലാം കൊള്ളാം. AC ചെറിയ കൂളിംഗ് കുറവുണ്ട്, അത്രേ ഉള്ളൂ. കുറവാണ്. പവർ സ്റ്റിയറിംഗ് ബാക്കി എല്ലാം വർക്കിംഗ് ആണ്. വേറെ ഒരു കംപ്ലൈന്റ് ഇല്ല. റീപ്ലേസ് ഇല്ല. വണ്ടി ഒരു ആവറേജ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇത്രയും പഴക്കത്തിന്റെ ഇതുണ്ടെങ്കിലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് കട്ട ടയറാണ്. അത് മാറ്റിയിട്ട് കൊടുക്കുമോ? ഇല്ല, ടയറെല്ലാം ഈ കാണുന്ന ഈ കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ബാക്ക് കട്ട ടയറിൽ തന്നെയാണ് തരുന്നത്. അല്ലാന്നുള്ള ടയേഴ്സൊക്കെ ഫ്രണ്ട് ടയേഴ്സ് നല്ല ടയേഴ്സാണ്, ബാക്ക് രണ്ടും ഇച്ചിരി മോശമാണ്. ഓക്കെ. അപ്പം എത്ര ചോദിച്ചേ? ഇത് 1,25,000 രൂപ. 1,25,000 ലാസ്റ്റ് പ്രൈസ് ആണോ? പിന്നെ കുറയോ? എന്തെങ്കിലും 5 രൂപ കുറച്ച് കൊടുക്കും. അപ്പോൾ ഒരു 1,20 കൊടുക്കാം. 19 കവേഡ് ബോഡിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്രഷ് ടയർ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ വളരെ പുത്തൻ ടയർ. പുത്തൻ ടയറാ. പ്ലസ് ആണ്, 5 വോൾട്ട് പ്ലസ് ആണ്. എന്തോ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. ജെന്യുവൻ കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് നമ്മൾ 6,75 ചോദിക്കുന്നത്. ഫുൾ ലോൺ മേടിച്ചു കൊടുക്കാം. ഈ 6,75 ലാസ്റ്റ് പ്രൈസ് ആണ്? ലാസ്റ്റ് പ്രൈസ് അല്ല, നെഗോഷ്യബിൾ ആണ്. അതിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാമോ? ബാക്ക് തുറക്കാം. ബാക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം പുത്തൻ ടയർ. എല്ലാ ടയറും മാറിയൊക്കെയാണ്. നല്ല പുത്തൻ ടയേഴ്സ് കിടക്കുന്നത്. ഈ സൈഡ് നോക്കിയാലൊക്കെ എല്ലാ ടയേഴ്സും ഫ്രഷ് ടയർ വാങ്ങിച്ചിട്ടൊക്കെയാണ്. ഓക്കെ. കിലോമീറ്ററൊക്കെ ജെന്യുവൻ 70 കിലോമീറ്ററാണ് പറഞ്ഞത്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് വേറെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നുമില്ല. എല്ലാം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. AC ആണ് വണ്ടി. AC. എത്ര ചോദിക്കുന്നത്? ഇത് 6,75 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇത് 2010 XML ആണ്. XML സാമ്രാട്ടാണ്. 2010 വണ്ടിയാണ്. ടാങ്കറാണ്. 8,000 ലിറ്ററിൻ്റെ ടാങ്കാണ്. പേപ്പർ ഭാഗങ്ങൾ 8 മാസം CF ഉണ്ട്. ഇത് വെള്ളത്തിൻ്റെ ടാങ്കറാ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. പുതിയ ടാങ്ക് കെട്ടിയതാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളുടെ രീതിയിലായാലും ഡോർ പാഡിൻ്റെ രീതിയിലൊക്കെ ആയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. വേറെ തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണുന്നില്ല. വലിയതായിട്ടില്ല, പക്ഷെ അങ്ങൊക്കെ ചെറിയ തുരുമ്പിൻ്റെ കഷ്ണങ്ങളുണ്ട്. പക്ഷേ എന്നും അതുകൊണ്ട് ദോഷമാവുന്ന രീതിയിലുള്ള തുരുമ്പ് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നോക്കിയാലും തറ നോക്കുകയാണെങ്കിൽ അങ്ങനെ തുരുമ്പ് കാര്യങ്ങളൊന്നും വല്ലാട്ടില്ല. എല്ലാം നല്ല പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഏത് വർഷമാണെന്നാണ് പറഞ്ഞത്? 2010.
2010 എയർ ബ്രേക്ക് പവർ സ്റ്റിയറിംഗ് ആണ്. ഓക്കെ. ഈ 2010-ൻ്റേതായ ഒരു പഴമ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും വണ്ടി വൃത്തിയുണ്ട് കേട്ടോ, നല്ല കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പഴമെന്ന് പറയുന്നത് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ സൈഡ് ഉണ്ട്, അവിടെയൊക്കെ ഇച്ചിരി പൊടിയല്ല, അത് ഇച്ചിരി ടച്ച് ചെയ്ത പോലെയൊക്കെ ഇരിപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു പോരായ്മയായിട്ടേ തോന്നി. അല്ലാതെ ഈ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതായത് ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ കാര്യങ്ങളൊന്നും കുഴപ്പവും കാണുന്നില്ല. ഇതിൻ്റെയൊക്കെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. പക്ക എഞ്ചിനാണ്, വേറെ കംപ്ലൈൻറ്റ് ഇല്ല. ഫുൾ എഞ്ചിന് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാവുന്ന വണ്ടിയാണ്. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 5,50,000 രൂപ. 5 നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും കൂടിയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ നടക്കും. ഓവറോൾ വണ്ടി മൊത്തത്തിൽ കാണുമ്പോൾ കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയായിട്ട്. ഇപ്പം പെയിൻ്റൊക്കെ പുതുതായിട്ട് അടിച്ചതല്ലേ? പുതിയ CF കഴിഞ്ഞ വണ്ടിയാണ്. CF കഴിഞ്ഞ് ഇൻഷുറൻസ് 2.5 മാസത്തേ ഉള്ളൂ. ഇത് 2018-19 രജിസ്ട്രേഷൻ ടാറ്റ 16-18 ടിപ്പറാണ്. 400 അടി പെട്ടിയാണ്. AC ക്യാബിനാണ്. 4 പുതിയ ടയറുണ്ട്. 6 മാസം പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ട. 6 മാസം 1.30 ഓട്ടം. സെക്കൻഡ് ഓണർ. ജെന്യൂൻ കിലോമീറ്റർ 1.30 സെക്കൻഡ് ഓണറാണ്. ഈ എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. 100% എഞ്ചിന്. 4 പുതിയ ടയറുണ്ട്. ടയറൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. അകത്തെ ടയർ ഇച്ചിരി ഓടിയ പോലെ തോന്നുന്നു. അതെല്ലാം പുത്തൻ ടയറാ. പുത്തൻ ടയറിൽ ഒരു 80% ഉണ്ട്. വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് എന്തോ വെയിറ്റ് കയറി വണ്ടിയിൽ? ഇത് 400 അടി പെട്ടി എന്ന് പറഞ്ഞാൽ 400 അടി പെട്ടി എന്ന് പറയുമ്പോൾ പെട്ടി. ഈ വണ്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇത് മൈലേജ് എന്തോ കിട്ടും? ഇത് മൈലേജ് 5 മൈലേജ് ഉദ്ദേശിച്ചാൽ മതി. അത്രേ ഉള്ളൂ. 5 മൈലേജ് 6 മൈലേജാണ് ഇതിൻ്റെ കമ്പനി പറയുന്നത്. അതേ കിട്ടത്തുള്ളൂ. ലോഡ് കയറുന്ന വണ്ടിയാണല്ലോ, മൈലേജ് കുറവാണ് ഈ വണ്ടിക്ക്. 5-6 മൈലേജ് കിട്ടത്തുള്ളൂ. ഹെവി വണ്ടിയായതുകൊണ്ട് ആ മൈലേജ് കിട്ടത്തുള്ളൂ. AC ക്യാബിനാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. വണ്ടിക്ക് ആകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ കാര്യങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം സീറ്റ് കവേഴ്സ് പ്രത്യേക ഒരു ഇത് വന്നിട്ടില്ല, കമ്പനിയിൽ നിന്ന് വരുന്ന അതേ രീതി തന്നെയാണ്. ഓവറോൾ കൊള്ളാം. മണ്ടം വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് 16 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്, എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഇറങ്ങിയപ്പം എന്താണ് ഇതിന്? ഈ വണ്ടി ഇറങ്ങുമ്പോൾ 25 ലക്ഷം രൂപ പുറത്ത് വിലയുണ്ട്. ഇത്രയും മുട്ട വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നോളും. അതും ഇവിടെ കിടപ്പുണ്ട്. 16 ലക്ഷം അല്ലേ? 16 ലക്ഷം രൂപ ചോദ്യം. നെഗോഷ്യബിളാണ്. ഇത് 2011-12 മാസം വണ്ടിയാണ്. മഹേന്ദ്ര ടൂറിസ്റ്റ് 13 സീറ്റ് വണ്ടിയാണ്. പുതിയ CF ചെയ്ത് കൊടുക്കും. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. നല്ല വണ്ടി, നല്ല മെക്കാനിക്കലൊക്കെ 100% എൻജിൻ പണി ചെയ്ത വണ്ടിയാണ്. കമ്പനിയിൽ എൻജിൻ പണി ചെയ്തിട്ട് 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 പുതിയ ടയറുണ്ട്. ബാക്കി ടയേഴ്സ് മോശം ടയേഴ്സ് ഒന്നുമില്ല, ഒരു ടയർ മോശമില്ല. ഇല്ല. ആവറേജ് ഉണ്ടോ? ആവറേജ് ഉണ്ട്. ഓക്കെ. ഫ്ലോറൊക്കെ കൊള്ളാം, ഫ്ലോറിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആ രീതിയിലൊക്കെ വണ്ടി കൊള്ളാം. പിന്നെ ഒരു ചെറിയ TVയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. TV ഉണ്ട്. അല്ല, ചെറിയൊരു TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ആകുമ്പോൾ ബാക്കിയുള്ള എല്ലാം ഉണ്ട്. ആവറേജ് ഫിറ്റിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഈ AC അല്ലല്ലോ? AC ഇല്ല. AC വരത്തില്ല. ടെസ്റ്റിൻ്റെ പണിയെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. പുതിയ ഇൻഷുർ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി ലൈറ്റ്, ബാക്കിയുള്ള അകത്ത് ലൈറ്റുകളുണ്ട്. അല്ല, സ്റ്റീലല്ല, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ. സ്പീക്കേഴ്സ് 4 സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. 4 ബാക്ക് 4 വെച്ചിട്ടുണ്ട്. പിന്നെ ആമ്പുണ്ട്. നല്ല ഇൻവീരിയലാണ്. നല്ല ക്യാബിനൊക്കെ നല്ല വൃത്തിയാകമൊക്കെ. സ്റ്റിയറിംഗ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 9.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. ലാസ്റ്റ് പ്രൈസ് 9 ലക്ഷം രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഈ വണ്ടിക്കകം മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ആവറേജ് ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. പിന്നെ റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
സൈഡൊക്കെ നോക്കിയാലും ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുമ്പോൾ സീറ്റ് കവറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ കാര്യങ്ങൾ കീറി പറഞ്ഞിരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സ്പീക്കേഴ്സും ആമ്പും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. കാര്യങ്ങളെല്ലാം നീറ്റാണ്. ചെറിയൊരു ക്ലോക്ക്, എല്ലാ പരിപാടിയുണ്ട്. ഇത് 2014 സാമ്രാട്ട് എക്സം. എത്രാമത്തെ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. ടയറൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ഫുൾ വർക്ക് ചെയ്ത് നിർത്തിക്കുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളും ഉണ്ട്. ആ വക രീതിയിൽ വണ്ടി വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ നോക്കുകയാണെങ്കിലും പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഫ്ലോർ ഇരിക്കുന്നു. ഫ്ലോറിനും കുഴപ്പമൊന്നും കാണുന്നില്ല. ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല പുത്തൻ ടയറാണ്. 2 പുത്തൻ ടയർ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട്. ബാക്ക് എല്ലാം കട്ടയാണ്, കട്ട ടയറാണ്. ഒരു 50% കട്ടയുള്ള ടയറാണ്. ബോഡി നല്ല ഫുൾ ബോഡിയാണ്. പെട്ടിക്കകത്ത് നല്ല കുഴി ഒന്നുമില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്, ക്ലീൻ പീസ് വണ്ടിയാണ്. പെട്ടിക്കകം നല്ല ക്ലീൻ വണ്ടിയാണ്. പെട്ടിക്കകമൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നീറ്റായിട്ട് വെച്ചേക്കാണ്. റീപ്ലേസ് ഒന്നുമില്ല, എല്ലാം നല്ല ഫുൾ കണ്ടീഷനാണ് വണ്ടി. ഇത് ലോഡോട് കൂടി എങ്ങനെയാണ് മൈലേജ്? ലോഡ് ഇത് മൈലേജ് 10 മൈലേജ് കൂട്ടിക്കൊണ്ടാൽ മതി. 10. എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്, അതേ മൈലേജ് കിട്ടത്തുള്ളൂ. എഞ്ചിനൊക്കെ പക്ക എഞ്ചിൻ. 35,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓക്കെ, വണ്ടി കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 9.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പുതിയ പേപ്പർ. ഇത് 2016 എക്സം ആണ്, സാമ്രാട്ട് എക്സം ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd ഓണറാണ്. ടയർ 4 പുതിയ ടയറുണ്ട്. 4 പുതിയ ടയറുണ്ട്. ഈ വണ്ടിക്കകം പുത്തൻ പേപ്പറാണ്, പുതിയ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റായിട്ടല്ല, അല്ലാതുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങൾ, തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല. കൊള്ളാം. വണ്ടി ഓവറോൾ കാണാനകമൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇത് AC ആണോ? AC ഇല്ല. AC ഇല്ല. അപ്പോൾ ഇത് എന്തിൻ്റെ വിൻ്റെ? അത് മറ്റേ ടോപ്പിലെ മറ്റേ ലൈറ്റ് വെട്ടത്തിൻ്റെ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ അല്ലാതെ എനിക്കറിയത്തില്ല. AC അല്ല, ടോപ്പാണ്. ഇത് ഏത് വർഷമായിരുന്നു? ഇത് 2016 ലാസ്റ്റ് വണ്ടിയാണ്. ഇത് പാറയൊന്നും അടിച്ചിട്ടില്ല. നല്ല ബോഡി ഭാഗങ്ങളെല്ലാം 100% ബോഡിയാണ്. നല്ല ഫുൾ ടയർ കണ്ടീഷനാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 11.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. എന്തെങ്കിലും കുറച്ച് കൊടുക്കും. പാർട്ടി സംസാരിച്ചാൽ എന്തെങ്കിലും നമുക്ക് വിട്ടുവീഴ്ചകളുണ്ടാവും. ഉണ്ടാവും. അതൊക്കെ കാണാൻ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ 4 പുതിയ ടയർ അടപ്പുണ്ട്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി പക്ക വണ്ടിയാണ്. ഇത് 2011-12 രജിസ്ട്രേഷൻ നിസാൻ ടിപ്പറാണ്. CRD ആണ്. നല്ല ഇത് വണ്ടി ഒരു 70,000-75,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. പുത്തൻ ടയറാണ്. 2 പുതിയ ടയറുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. പേപ്പർ ഭാഗങ്ങൾ ഇൻഷുർ 1 മാസമേ ഉള്ളൂ. ടെസ്റ്റ് 3 മാസത്തേക്കുണ്ട്. ഇൻഷുർ പുതിയ എടുത്തു കൊടുക്കും. അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ആ രീതിയിൽ വൃത്തിയുണ്ട്. ടോപ്പ് ഓക്കെയാണ്. ഫ്രണ്ട് ഗ്ലാസ് മാറി അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഗ്ലാസ് മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയിട്ടില്ല. ഒറിജിനൽ ഗ്ലാസ് ആണ്. സൈഡ് എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു പൊത്തൊരു ഫീലുണ്ട്. ഒറിജിനൽ ഗ്ലാസ് ആണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ സൈഡും ഒക്കെ നല്ല വൃത്തിയാണ്. താഴെ നോക്കുമ്പം ചെറിയ തോതിൽ തുരുമ്പ് കാര്യങ്ങളുണ്ട്. ഒരുപാടുണ്ടെന്നല്ല, എന്നാലും ഈ കാണുന്ന രീതിയിലുള്ള ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് നോക്കിയാലോ, നല്ല പെട്ടിയാണ്. നല്ല പെട്ടി. പാറയടിച്ച് കുഴുവൊന്നുമില്ല. നല്ല പെട്ടിയാണ്. ബോഡിയൊക്കെ നല്ല ക്ലീൻ ബോഡിയാണ്. ഉള്ളൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 4.75 ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. കുറച്ച് കൊടുക്കും. എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ വരും. ബാക്ക് ടയറും ഒക്കെ നല്ല ടയർ കിടപ്പുണ്ട്. ഇത് 2011 ലാസ്റ്റ് SP ആണ്. ഐഷർ SP ആണ്. 11 ലാസ്റ്റ് വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. വണ്ടി പുത്തം ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. പണിയെല്ലാം തീർത്ത് പെയിൻറ്റ് വർക്ക് ചെയ്ത് കിടക്കുകയാണ്.
ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർ. തേർഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല. പാറ അടിച്ചിട്ടുണ്ട്, ബാക്ക് പെട്ടിയിൽ പാറ അടിച്ചിട്ടുണ്ട്. വലിയ കുഴിവില്ല, ചെറിയ തടവുണ്ട്. ഉണ്ട്. വണ്ടിക്കകം ബാക്കി വണ്ടികൾ വെച്ച് നോക്കുമ്പം വണ്ടിക്കകം ചെറിയ കൂടിയ ഒരു പൊടിയോ അങ്ങനെ അഴുക്കോ കിടന്നിട്ടേ അങ്ങനെ കിടക്കണം. അകം നോക്കാം. ഇത് എനിക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോപ്പ് കിടക്കുകയാണ്. നല്ല ബോഡിയുള്ള വണ്ടിയാണ്. നല്ല ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. ഇത് കട്ടയാണ്, എല്ലാം കട്ട ടയറാണ്. പുതിയ ടയറില്ല, എല്ലാം കട്ടയാണ്. ഫസ്റ്റ് ഇട്ട ടയറാണ് എല്ലാം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 6,75,000 രൂപ. പുതിയ CF എടുത്ത് കൊടുക്കും, ഇൻഷുർ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കും. ഈ വണ്ടിയൊക്കെ നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഈ വണ്ടി 5 ലക്ഷം രൂപ ലോൺ കയറത്തുള്ളൂ. നമ്മൾ എത്ര ചോദിച്ചേ? അത് 6,75. അപ്പോൾ 1,75 കൊണ്ടുവരണം. 1,75 വേണ്ട, 1.5 കൈ കൊണ്ടുവന്നാൽ മതി. ബാക്കി ലോൺ ഇട്ട് കൊടുക്കും. 5 ലക്ഷം രൂപ നമുക്ക്. സിവിൽ ഇല്ലാത്ത പാർട്ടിക്ക് 5 ലക്ഷം രൂപ കിട്ടും. ഇത് 2015 വണ്ടിയാണ്. LXI ആണ്. ആൾട്ടോ LXI വണ്ടിയാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടിക്കകം കൊള്ളാം, അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസൊക്കെ ചെയ്തിട്ടേക്കോ അല്ലേ? സർവീസ് കഴിവ് വാട്ടർ സർവീസ് കിട്ടുകയാണ്. 2 ഡോർ പവറിൻ്റെയാണ്. ചെറിയൊരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. സ്പീക്കറും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പൊട്ടലും ചീറ്റലൊന്നുമില്ല. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടിരിപ്പുണ്ട്. ആ കാര്യങ്ങളിലും കുഴപ്പമൊന്നുമില്ല. ഡാഷ്ബോർഡ് നോക്കിയാലും അതൊക്കെ അതിൻ്റേതായ വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഒരു പോരായ്മയും കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം പുതിയ ടയറാണ്. നല്ല ബാക്ക് സൈഡും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് പുത്തൻ ടയറാണ് കിടക്കുന്നത്. എല്ലാം മാറിയേക്കുവാണോ? എല്ലാം ടയർ പുതിയതാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് ലാസ്റ്റ് 2,25,000 രൂപ. ഫുൾ പേയ്മെൻറ്റ് ലോണും കൊടുക്കാം. ഫുൾ പേയ്മെൻറ്റ് കിട്ടും. ഫുൾ പേയ്മെൻറ്റ് ലോൺ കൊടുക്കാം. ഇൻഷുർ പുതിയ എടുത്ത് കൊടുക്കും. ഇൻഷുർ തീർന്നിടയ്ക്കാണ്. വേറെ പറയത്തക്ക റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇത് 2021 എൻട്ര V30 AC ആണ്. കിലോമീറ്റർ 31,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സർവീസാണ്. എല്ലാം പുതിയ ടയറാണ്. 3 സൈഡ് ഓപ്പൺ ആണ് വണ്ടി. 3 സൈഡ് ഓപ്പൺ. ഫുൾ വർക്ക് ചെയ്ത് കിടക്കുന്ന ടെസ്റ്റ് എല്ലാം ഉണ്ട്. 1 വർഷത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. ഇൻഷുർ പുതിയ എടുത്ത് കൊടുക്കും. ഇത് കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെ? ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സർവീസാണ്. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. പുതിയ വണ്ടിയല്ലേ? പുതിയ വണ്ടിയാണ്. 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെതായ ഒരു വൃത്തി ആ വണ്ടിക്ക് കാണാനുണ്ട്. ഇപ്പോൾ ഫ്ലോർ എടുത്ത് നോക്കിയാൽ AC ഒക്കെ ഫുൾ വർക്കിംഗ് ആണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇത് ഡോർ പാഡ് നോക്കിയാലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പുതിയ പെയിന്റ് അടിച്ച് കിടക്കുകയാണോ? പെയിന്റ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പെയിന്റ് അടിച്ചതാണ്. ടെസ്റ്റ് കഴിഞ്ഞ് പെയിന്റ് അടിച്ചതാണ്. ഇൻഷുർ പുതിയ എടുത്തു കൊടുക്കും. ബാക്ക് ടയറും ഒക്കെ നല്ല ടയർ കിടപ്പുണ്ട്. കട്ട ടയറും കാര്യങ്ങളൊന്നുമല്ല, നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് 6,25,000 കൊടുക്കും. 6,25,000 ഫുൾ ലോൺ മേടിച്ചു കൊടുക്കാം. ഇപ്പം ഇത്തവണ ഫുൾ ലോൺ വണ്ടികൾ ഒരുപാടുണ്ടല്ലേ? സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ മേടിച്ചു കൊടുക്കാം. ഇത് 2017 കിട്ടാണ്. RXL ആണ്. RXL 1000 ആണ്. ഇത് 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണറാണ്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 1000 cc അല്ലേ? 1000 cc. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയും കാര്യമുണ്ട്. പക്ഷേ ബേസ് മോഡലാണ്. സീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. കാരണം ബേസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് കാണിക്കാമോ ബോണറ്റ്? ഫ്രണ്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോയെന്ന് നോക്കാനേ. ബാക്കും ഒക്കെ കൊള്ളാം. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഓക്കെ. ടയേഴ്സ് കാര്യങ്ങൾ ബാക്ക് ഉണ്ട്, ആവറേജ് കൂടുതലുണ്ട്. ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇനി ഫ്രണ്ട് നോക്കട്ടെ. ഫ്രണ്ട് സൈഡ് വല്ല കംപ്ലയിൻറ്റ് ഒന്നുമില്ല. പിടിച്ചോ? ഞാൻ ഇപ്പോൾ മാറ്റാം. അബ്രോണെല്ലാം നല്ല 100% അബ്രോണ്. ഒന്നും പൊട്ടിച്ചിട്ടില്ല. ബോണറ്റ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറി റീപ്ലേസ് ഉണ്ട്. വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. ക്രോസ് ബാർ കാര്യങ്ങൾ ഒന്നും
ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 2.25. 2.25. ലാസ്റ്റ് പ്രൈസ് ആണോ? നെഗോഷ്യബിളാണ്, എന്തെങ്കിലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും കൂടെ കുറയും? കുറച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. 16 ലക്ഷം രൂപ വരെ മുടക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസാണ് കിടക്കുന്നത്. പിന്നെ ഒരു 2-3-4 കാറുകളും കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വണ്ടിയും കണ്ണുകളിൽ കാണാൻ നല്ല വണ്ടികൾ തന്നെയായിരുന്നു. ഒരു വണ്ടിക്ക് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഇത്തിരി തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫ്രണ്ട് ആ സ്റ്റിയറിങ്ങിൻ്റെ അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തൊക്കെയോ പോലെ കണ്ടു ഞാൻ. ഒരു കുഴി പോലെയൊക്കെ എന്തോ ഒരു സംഭവം കണ്ടു. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ആ ഒരു വണ്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വണ്ടിയും കാണാനൊക്കെ നല്ല വണ്ടിയാണ്. പിന്നെ മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. അത് വണ്ടി മോശമായിട്ട് പറയല്ല, യൂസ്ഡ് വണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഈ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകിയ ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.